ഇന്ന് സ്വർണ്ണ വെള്ളി ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു ദിനമാണെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകമായിട്ട് ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലാണ് നമ്മളായിരിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, നമ്മളെല്ലാവരും ഉദ്ധാനത്തിൻ്റെ മക്കളാണ്, നമ്മുടെ അധരങ്ങളിൽ ഹല്ലേലൂയ ഗീതമാണുള്ളത്. എന്ന് വെച്ചാൽ ഈ ദിനം ആനന്ദത്തിൻ്റെ ദിവസമാണ്. പ്രത്യേകമായിട്ട് ഈ സ്വർണ്ണവെള്ളി പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നിതാ നമ്മൾ പഠിക്കുന്ന വചനം, അഭിഷേക വചനം, നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ച ദൈവകൃപാവരത്തെ വളർത്തുവാനും ഉജ്ജ്വലിപ്പിക്കുവാനും അഭിഷേകത്തിൻ്റെ കൃപയിൽ മുന്നേറുവാനും നമ്മൾ ഓരോരുത്തരും ദൈവ കൃപയിൽ നയിക്കപ്പെടുന്നവരാകുവാനും ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ ചൈതന്യം നമുക്ക് ലഭിച്ച കൃപാവരങ്ങൾ ഉജ്ജ്വലിപ്പിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മുടെ ഈ ഒരു ശുശ്രൂഷ, ആത്മാഭിഷേകം ശുശ്രൂഷയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ നിറവ് നമുക്ക് സ്വന്തമാക്കുമ്പോൾ ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലായിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകും. പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് നമ്മൾ വചനങ്ങൾ എഴുതി പഠിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ പുസ്തകങ്ങൾ നമ്മൾ പ്രത്യേകം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒപ്പം വ്യക്തിപരമായ പ്രാർത്ഥനകളും ജപമാലകളും എല്ലാം നമ്മളിലുള്ള ദൈവീക ചൈതന്യത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിന് നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ദൈവമേ, എന്നിലുള്ള ദൈവീക കൃപാവരത്തെ വർദ്ധിപ്പിക്കണമേ. അല്പം കൂടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും അല്പം കൂടി കൃപയാർന്നൊരു ജീവിതം നയിക്കുവാനും ദൈവമേ എല്ലാവരെയും, എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഉദ്ധാനത്തിൻ്റെ മക്കളായിട്ട് എന്ന് ജീവിക്കുവാൻ ലഭിച്ച കൃപയെ വർദ്ധിപ്പിച്ച് ഉദ്ധാനത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും